ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ കൊളസ്ട്രീമിലോട്ട് നടക്കുകയാണ്. വെയിറ്റ് എ സെക്കൻഡ്, ഈ അഭിനാർ കേസ് എന്ന് പറയുന്നത് എൻ്റെ ചാനലല്ലായിരുന്നോ? അതെങ്ങനെ വേറൊരാളുടെ കയ്യിലെത്തി? കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും അന്വേഷിച്ച് എൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മൾ ഇന്ന് ഏതായാലും ഇറ്റലിയിൽ കാണാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ, പിന്നെ എനിക്ക് മെയിൻലി സ്ഥലം കാണുന്നതിലല്ല ഇഷ്ടം, ഇവിടെ കിട്ടുന്ന പല എക്സ്പീരിയൻസസ്, പല സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ്, അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അന്നേരം രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ച കുറച്ച് പിള്ളേരുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചാണ് ഇന്നിവിടെ കറങ്ങുന്നത്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെയും കാണണമെന്നുണ്ട്, പക്ഷേ എന്തോരം നടക്കുമെന്ന് അറിയത്തില്ല. ഇവർ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു സം പീപ്പിൾ. എൻ്റെ ഒരു ഫ്രണ്ടാണ് റോബി. കുഡ് യു സ്റ്റോപ്പ് ഫോർ എ വൈൽ? അത് ഈ കാണുന്നത് റോബിൻ. ഇത് അവൻ്റെ അനിയത്തി റോക്സിയ, അവൻ്റെ ചേച്ചി റൊമീന. ഇവർ 3 പേരുമാണ് എനിക്കിവിടെ ഗൈഡായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ എനിക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാരെ വേണമെന്നാണ്, ഐ മീൻ ലോക്കൽ സപ്പോർട്ട്. ഇവർ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. അന്നേരം ഇവരാണ് എന്നെ ഇവിടെ ഏറെക്കുറെ ഗൈഡ് ചെയ്യുന്നത്. അന്നേരം കാണാനുള്ള കാഴ്ചകളും അറിയാനുള്ള സ്ഥലങ്ങളും എല്ലാം കാണിക്കുന്നത് ഇവർ തന്നെയാണ്. ഒരു 2-3 ദിവസം ഇവർ എൻ്റെ കൂടെ കാണും. അന്നേരം ഐ വിൽ ട്രൈ ടു ഷെയർ എവറിത്തിങ് പോസിബിൾ. ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരിയും. നമ്മുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൊച്ചി പോയൊരു വൈബാണ്, കൊച്ചിയിലൊരു ഏരിയ പോയൊരു വൈബാണ് തോന്നുന്നത്. കുറേ ഇപ്പോൾ ഗാർബേജ് ആണേലും നിങ്ങൾ റോമിൻ്റെ കാണാത്ത ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവരിപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് ചിരിക്കുക, ഞാനും ഒട്ടും കംഫർട്ടബിൾ അല്ല ഒരു ക്യാമറ നോക്കി സംസാരിച്ച് എല്ലായിടത്തും ഇങ്ങനെ മിണ്ടിക്കൊണ്ട് നടക്കാൻ. പക്ഷേ എന്നാ പറയുക, കംഫർട്ട് സോണിൽ നിന്ന് മാറി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഐ എം കൈൻഡ് ഓഫ് ഷൂട്ടിങ് ഓൾ ദിസ് സ്റ്റഫ്. വണ്ടി ഏതിലാണ് ഓടിക്കുന്നത്, ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്നൊന്നും എനിക്ക് തിരിയുന്നില്ല. പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം പലയിടത്തും അവൈലബിൾ അല്ല. ഇപ്പോൾ റോട്ടിലാണേലും ഒരു കുഞ്ഞ് സ്പോട്ട് ഉണ്ടെങ്കിൽ പോലും, അല്ല കെർബിൻ്റെ മണ്ടയിലാണെങ്കിൽ പോലും ആൾക്കാർ വണ്ടി എടുത്ത് പാർക്ക് ചെയ്യും. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ഇവിടെ പാർക്ക് ചെയ്യണമെന്നൊന്നും. ഉള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും കയറ്റിയിടും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതുണ്ടോ. ഇപ്പോൾ കെർബിൻ്റെ മണ്ടയിലൊക്കെ കയറ്റി എവിടെയൊക്കെ എങ്കിലുമൊക്കെ ഒതുക്കാൻ പറ്റുമെങ്കിൽ അവിടെ എല്ലാം ഒതുക്കും. അങ്ങനെയാണ് ഇവർ നോർമലി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത്. ഡ്രൈവിംഗ് ആണേലോ ലൈനൊക്കെ പിന്നെ കാണാൻ വരച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ആകെയുള്ളൊരു യൂറോപ്യൻ കൺട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറ്റലി മാത്രമാണ്. ഞാൻ കണ്ടിടത്തോളം കാനഡയിൽ നിന്നാണ് വരുന്നത്. കാനഡ സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡൻ ഡ്രൈവിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ സ്പേസ് കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് കുറച്ചേലുമൊക്കെ ശ്രമിച്ച് പറ്റുന്ന പോലെ വൃത്തിക്കാണ് ഓടിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് കുറച്ച് കാർഡൻ ഡ്രൈവിംഗ് ആണ്. ഇവിടെ നമ്മൾ ഒരു ലോക്കൽ പിക്സ കിട്ടുന്ന സ്ഥലമാണ്. അത് എന്തൊക്കെയോ പറയുന്നുണ്ട്, പിക്സെരിയ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പോകുന്നത് ലോക്കലായിട്ടുള്ള ഒറിജിനൽ പിക്സ എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിപ്പോൾ ഇറ്റലിയിലെ ഒരു ലോക്കൽ പിക്സെരിയയിലാണുള്ളത്. എക്സാക്ട്ലി പ്രൊനൗൺസിയേഷൻ എങ്ങനെ ഒന്ന് പറഞ്ഞേ റോക്സി? ഓക്കെ, പിക്സെരിയയിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് എന്ന് വെച്ചാൽ, ലോക്കൽ ഫുഡ് എന്ന് പറഞ്ഞാൽ താത്തി പറഞ്ഞ പോലെ ലോക പ്രശസ്തമാണ് ഇറ്റാലിയൻ ഫുഡ്. അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ കയറിയേക്കാണ്. ഞാനിപ്പം ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കാണിച്ചു തരാം. ഇതൊക്കെ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? വാട്ട് ഈസ് ദിസ്? ഇത് സൂപ്പിലാണ്. എന്തുവാ? റൈസ്, ചോറ്, പിന്നെ മറ്റേ ടൊമാറ്റോ സോസ്. ഇതിൻ്റെ അകത്തോ? റൈസ്, ടൊമാറ്റോ സോസും ചീസും. ഓക്കെ, ഇതൊക്കെയോ? ഇതെന്താ നേരം? ഇത് ഇവിടുത്തെ പിസ്സയാണ്. എന്ത് പിസ്സ? എന്താ അതിന്റെ പേര്? മാർഗരീറ്റ പിസ്സ. സിമ്പിൾ ആയിട്ട് ചീസും. ഇതോ? എന്തോ ഒരു സോസേജ്. ഓക്കെ. ഇവിടെ ഇവരുടെ തന്നെ ഒരു കുഞ്ഞൊരു സോസേജ് പോലെ ഒരു ഐറ്റം ഉണ്ട്. നമ്മൾ വേറെ ഇവിടുത്തെ ആയിട്ട് കമ്പയർ ചെയ്തില്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. അത് ചെറിയ പീസായിട്ട് ആ സോസേജ് പോലത്തെ സാധനം ചെറിയ പീസായിട്ട് ഇതും, പിന്നെ മഷ്റൂം ഇട്ടതിലുള്ള സാധനം. ഇവരുടെ അടുത്തുനിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് ഞാനും ട്രൈ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ട്രൈ ചെയ്യേണ്ട ഏതാ? നിങ്ങൾ ഏതാ സജസ്റ്റ് ചെയ്യുന്നത്? ഇതാ? ഓക്കെ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ ഇത്രയും ഫുഡ് ഐറ്റംസ് എടുത്തതിന്
ആയ പൈസ എന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു 60 അല്ലെ 50 ഡോളറാണ് പ്രതീക്ഷിച്ച് വന്നത് കാനഡയിൽ നിന്ന് വന്നത്. ഇത്രയും സാധനത്തിന് വെറും 20 യൂറോയ്ക്കാണ് ഇത്ര ഫുഡ് ഐറ്റം കിട്ടിയത്. നമ്മളവിടെ ഒരു 12 അല്ലെങ്കിൽ 18 ഡോളറിന് ഒരു പിസ്സ മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കഴിക്കാൻ കിട്ടും നമുക്കറിയാം. പക്ഷേ എൻ്റയർലി ഡിഫറെൻറ്റ്. 20 യൂറോയ്ക്ക് കുറേ ഫുഡ് ഐറ്റം ഇവിടെ കിട്ടും. ഫുഡ് ഐറ്റം ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിസ്സ മാർഗരീറ്റ വെച്ചിട്ടാണ്. ഇത് എന്താ സംഭവം? ചിയേഴ്സ്. ഓക്കെ, ചിയേഴ്സ്. എനിക്കറിയില്ല ഇവരുടെ രീതിയൊക്കെ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഓ മൈ ഗോഡ്, ഇങ്ങനെയും ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടെന്ന് അറിയാം. നമ്മൾ കാനഡയിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കണം, ഇവിടെ ഡിപ്പിംഗ് സോസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ വല്ല തെറിയും കൂടെ പറയുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, നല്ല ചീസൊക്കെ ഇട്ട് ഒരു ചെറിയ ക്രസ്റ്റ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റിയാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് മാജിക്കൽ. ആണോ, ഇവരെല്ലാം പിസ്സ തിന്നുന്ന നോക്കിയാൽ എങ്ങനെയാന്ന് ഒരു കുഞ്ഞ് സ്ലേറ്റ് പിടിക്കുന്ന പോലെ സാധനം പിടിച്ചിട്ടാണ് തിന്നുന്നത്. പക്ഷെ ഇതിന്റെ പ്രൈസ് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. 20 യൂറോയ്ക്ക് ഇത്രയും ഫുഡ് എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും അവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല. പിസ്സ പല ടൈപ്പ് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലായിരുന്നു. ഇത് ഇവിടെ കിട്ടുന്ന പിസ്സ താലിയോ എന്ന് പറയും. പീസസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. നേരത്തെ കണ്ടില്ലായിരുന്നോ കുറെ വെറൈറ്റി ആയിട്ടിരിക്കുന്നത്. പക്ഷെ റെസ്റ്റോറന്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഐറ്റം മർഗരീറ്റ എന്ന് പറഞ്ഞാൽ മർഗരീറ്റ മാത്രം വട്ടത്തിന്, കാനഡ കഴിക്കുന്ന ആ വട്ടത്തിലുള്ള പിച്ചയില് അതുപോലെ കിട്ടും. ലൈക്ക് അതിനിപ്പോ ഒരെണ്ണത്തിന് 8 യൂറോ ഒക്കെ ആയിരിക്കും. ഇപ്പൊ കണ്ടോ, ഇത്രയും പിച്ചയ്ക്ക് നമ്മള് 20 യൂറോയ്ക്ക് മേടിച്ചു. പിന്നെ ഒരു കോക്കോളയും മേടിച്ചു, നല്ല സൂപ്പർ. ഈ പ്രോൺസിന്റെ സാധനം ട്രൈ ചെയ്തു. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് വർത്ത് ഈറ്റിംഗ് എനിവേ. സുപ്ലിയാണ്. റോമി വരുന്നവർ ശ്രദ്ധിക്കണം, നോർമൽ ടൈപ്പ് സുപ്ലി കഴിക്കാം. അതൊരു നോർമൽ അല്ല, രണ്ടും ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി ഫുഡാണ്, ഒരു പ്രത്യേക ടൈപ്പാണ് നമുക്ക്. ഞാൻ അവരെ കൊണ്ട് ഇതിൻ്റെ എല്ലാം പേര് പറയിപ്പിച്ച കേട്ടോ. എനിക്ക് ഈ സാധനം എന്നാന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ആ ചേച്ചിക്ക് ഇറ്റാലിയനെ അറിയത്തുള്ളൂ, എനിക്ക് ആകെ ഇംഗ്ലീഷും അറിയത്തുള്ളൂ, മലയാളം അറിയാം. അന്നേരം ഞാൻ ജസ്റ്റ് ഇവരോട് പറഞ്ഞു എനിക്കിതിൻ്റെ പേരൊന്ന് പറഞ്ഞു തരാമോ. ആ പുള്ളിക്കാരിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. എന്നിട്ട് അവൾ ഇറ്റാലിയനൊന്ന് പേര് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ റോക്കറ്റ് പോലെ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇപ്പോൾ ഇതാണ് കട. ഗൈസ്, ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയുള്ള ലോക്കലായിട്ട് താമസിക്കുന്ന ഇറ്റാലിയൻസിൻ്റെ സ്വഭാവം. ഇത് സംഭവം മലയാളിയാണെങ്കിലും ഇറ്റലി ജനിച്ച് വളർന്ന ആളാണിത്. പുള്ളിക്കാരി പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണെന്ന്. നീ പറഞ്ഞു നിനക്ക് തണുപ്പാണ്. ഈ അത് പറയുന്നത് ആരോടാണെന്ന് ഒന്ന് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇവർക്ക് തിരിയും. കാരണം ഈ -23 അല്ലെങ്കിൽ -28 പോകുന്ന സ്ഥലത്ത് നിന്ന് ഒരു നല്ല വിൻ്റർ ടൈമിൽ, പീക്ക് വിൻ്റർ ടൈമിൽ ഇത്രയും ചൂടുള്ള എന്ന് വെച്ചാൽ 8 അല്ലെങ്കിൽ 10-15 ഡിഗ്രി ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ തണുപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാനാ. സെൻട്രൽ റൂമിലോട്ട് പോകാൻ ഇവിടെ കുറച്ച് മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. 1 മിനിറ്റിൽ നമുക്ക് ട്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. നേരെ ഏകദേശം കാടെന്തി ഇവിടെ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് പാസ് എടുക്കാൻ പറ്റും. ഇതാണ്, ഈ സബ്വേയിലാണ് നമ്മളിപ്പോൾ ഓടിക്കയറുന്നത്. ഇവിടെ മെട്രോയ്ക്ക് വീക്ക്ലി പാസ് ഒക്കെ കിട്ടും, അതെടുത്താൽ കയറാം. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന സബ്വേ. അബിൻ ജോർജിന്റെ അസിസ്റ്റന്റ് കോ ബ്ലോഗർ റോക്സിയ ജോയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേട്ടനെ കൊളസ്യം കാണിക്കാൻ പോവാണ്. ഇവിടെ ജനിച്ച് വളർന്നിട്ട് ഞാൻ ഇതുവരെ കൊളസ്യത്തിനകത്ത് കയറിയിട്ടില്ല. ഇവിടെ ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനോടും ചോദിച്ചിട്ടുണ്ട്, ഇറ്റാലിയൻ ഫ്രണ്ട്സിനോടും, അവരാരും കയറിയിട്ടില്ല. ടൂറിസ്റ്റുകളാണ് കൂടുതലും കയറിയിട്ടുള്ളത്. പൊന്നു, ഇവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പിക്ക് പോക്കറ്റ്സാണ്. ഈ റീല് കണ്ടിട്ടേ ഉള്ളൂ,
കുറച്ച് പിന്നെ ബസ്സിൽ കയറിയപ്പോഴാണെങ്കിൽ 2 ചേച്ചിമാർ അടുത്ത് വന്ന് കണ്ണുകൊണ്ട് കാണിക്കതാ ഈ ചെക്കൻ പൊട്ടണ ഇവൻ്റെ ഇത് സാരം എടുത്തോളെ. ഞാനെല്ലാം മുറുക്കി പിടിച്ച് നിന്നു. വന്നപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അടുത്ത് നിന്ന് ചേട്ടൻ എന്തോ പറയാൻ തുടങ്ങി അവരെ. എന്നുവെച്ചാൽ ഇങ്ങനെ ഇടിച്ച് കയറി നൈസായിട്ട് പോക്കറ്റ് അടിച്ച് പോകാനാണ് നോക്കുന്നത്. കയ്യിലൊരു എക്യുപ്മെൻറ്റ് കണ്ടോ തീർന്നു. ഇപ്പോൾ കൊളോസിയത്തിലോട്ട് പോകുന്ന ഒരു ഇടവഴി വരിക. ഭയങ്കര ഒരു ഭംഗിയുള്ള വഴിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തിരിയും. ഈ ബിൽഡിങ്സൊക്കെ ചിലതൊക്കെ 200 വർഷത്തിൻ്റെ മണ്ടയിൽ, അതിൻ്റെ മണ്ടയിൽ പഴക്കമുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഇതുണ്ടപ്പം ഒരു പ്രത്യേക രീതിയിൽ അലങ്കരിച്ചെല്ലാം ഇതൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നത് ചിലതൊക്കെ. പക്ഷേ ഒരു 200 വർഷമൊക്കെ പഴക്കമുണ്ട് ഇതിന് പലതിനും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള റോമൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അവരുടെ പഴയ റൂയിൻസ് എല്ലാം നിലനിർത്തി ഒരു കുഴപ്പമില്ലാണ്ട് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം അവർ പണിയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 1930 തൊട്ട് ഉള്ള ഈ പിസ്സേൻ്റെ കടയൊക്കെ ഇവിടെയുണ്ട്. എന്ന് വെച്ചാൽ അത്രയും 100 വർഷവും 150 വർഷമൊക്കെ പഴക്കമുള്ള കടകൾ വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് കൈമാറി വന്നിട്ടുള്ള കടകളുണ്ടായിട്ട് ജനറേഷൻസ് ആയിട്ട് ഇങ്ങനെ വരുന്ന കടകളുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് അമേസിങ് ആക്ച്വലി. ദാ കാണുന്ന സാധനമാണ് കൊളോസിയം. അങ്ങോട്ട് ചെല്ലണമെങ്കിൽ കുറച്ചുണ്ട്, ദൂരമുണ്ട്. പക്ഷേ ഒരു സ്ട്രീറ്റിൻ്റെ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കൊളോസിയം കാണാം. ഇവിടുത്തെ സിഗ്നൽസ് ആണേലും കാണാനൊരു പ്രത്യേക ഭംഗിയാണുള്ള. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ റോഡിൻ്റെ എൻഡ് സ്ട്രെയിറ്റ് ദാ അവിടെ എന്ന് പറഞ്ഞാൽ കൊളോസിയം ആണുള്ളത്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സാധനം കിട്ടി. ദാ കാണുന്നതാണ് കൊളോസിയം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ട് വേണേലും പോവാം. ഇത്രേ ഉള്ളൂ സംഭവം. ഈ കാണുന്ന സാധനമാണ് കൊളോസിയം. നമ്മൾ ഈ സിനിമയിലും സീരീസിലും പല സ്ഥലത്തും വെക്കേഷൻ ഡെസ്റ്റിനേഷൻസൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന ഒരു മെയിൻ സാധനമാണ് ഈ കൊളോസിയം. എനിക്കിവിടെ ഒരു എന്നാ പറയുക ഇറ്റാലിയൻ ലോക്കലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. റോക്സിയ, കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ് ബിൽഡിംഗ് ഓവർ ദ ഈ കൊളോസിയം എന്ന് പറയുന്ന സാധനം ഇതെന്താണെന്ന് ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചെറുതായിട്ട് പറഞ്ഞു തന്നാൽ മതി. പറഞ്ഞോ. ഇതിന്റെ പേരാണ് കൊളോസിയം. ഇതിന്റെ വേറൊരു പേര് തിയാത്രോ ഫ്ലാവിയ എന്ന് പറയും. ഓക്കെ, തിയാത്രോ ഫ്ലാവിയ അല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണ്. എന്തോ തിയാത്രോ ഫ്ലാവിയ. ഓക്കെ, അങ്ങനെയാണ് പേര്. ഇത് ഉണ്ടാക്കിയത് നമ്മുടെ ഇംപെരാത്തോറെ വെസ്പസിയാനോ ആണ്. ആ പറഞ്ഞ പുള്ളിയാണ് ഇത് ഉണ്ടാക്കിയത്. കൂടുതൽ ഹിസ്റ്ററി വേണ്ട. പക്ഷെ ഇവിടെ നടന്നിരുന്ന കാര്യം എന്നാ സംഭവം എന്നാ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ തമ്മിൽ വിനോദത്തിന് വേണ്ടി മനുഷ്യരെയും തമ്മിൽ തല്ലിപ്പിച്ച് അവരുടെ കുറേ ഒരു 10-200 എത്രയോ ആൾക്കാർ മരിച്ചിട്ടില്ല ഇവിടെ. അത്രയധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കൂടുതൽ ഹിസ്റ്ററി അറിയില്ല. പക്ഷേ ഇതൊരു ആർക്കിടെക്ചറൽ മാർവലാണെന്ന് പറയുവാണെങ്കിൽ സത്യം അത് സമ്മതിക്കേണ്ട തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത്രയും വലിയൊരു ബിൽഡിങ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം റോമിൽ നിന്ന് നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെയും കൂടെ കിട്ടും, പരിചയമുള്ള കുറച്ച് സുഹൃത്തുക്കളെയും കൂടെ. ഇവിടുത്തെ ലോക്കൽസ് തന്നെ പറയാം. ഇവർ കൂടാണ്ട് കുറച്ച് പേരും കൂടി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗതി എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് കാനഡ എത്തിയതിന് ശേഷം അല്ലെങ്കിൽ വെക്കേഷന് നാട്ടിലെത്തിയതിന് ശേഷം മാത്രമേ ഇത് പോസ്റ്റ് ചെയ്തുള്ളൂ. ഐ ഡോണ്ട് നോ ഹൂ വി ആർ ഗോയിങ് ടു മീറ്റ്, ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ഓക്കെ റോക്സി, ആരെയാടി നമ്മൾ കാണാൻ പോകുന്നത്? ആരെ? ബോണിയും ബെറ്റ്സിയും? ഏത് വരുന്നേ? ഇവരാണോ ഈ ബോണിയും ബെറ്റ്സി? ബെറ്റ്സി, ഹായ്, ചാओ. ബെറ്റ്സി ആൻഡ് ഹലോ ബോണി, നൈസ് ടു മീറ്റ് യു. ഹായ്. ഞാൻ ആദ്യമായിട്ടോ ഇവരൊക്കെ കാണുന്നത്. ആരാന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഇനി അങ്ങ് പരിചയപ്പെടാൻ പോവാം, മലയാളികളാണെന്നുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത്. റോമിൻ്റെ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പലർക്കും അക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കൊളോസിയത്തിൻ്റെ അടുത്താണ് ഞാനുള്ളത്. പക്ഷേ നിങ്ങൾക്ക് തിരിയത്തില്ല, ഇതിൻ്റെ അകത്ത് ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ കൊളോസിയം. ആ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് ഇത് കൊളോസിയമാണ്. പ്ലസ് അറ്റ് ദ സെയിം ടൈം ഇവിടെ തന്നെ നമുക്ക് ഒരു റൂഫ് ടോപ്പ് ആക്സസ് ആണ്. എന്ന് വെച്ചാൽ ഇത് എൻ്റെ റോമിൻ്റെ സിറ്റിയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. റോമിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചെങ്കിലും കുറേ പുതിയ മനുഷ്യരെ കാണാൻ എനിക്ക് കഴിഞ്ഞു. ഇവർക്കെല്ലാം കുറേ കഥ പറയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവരെല്ലാം നേരിട്ട് പരിചയപ്പെടാം. അതുവരേക്കും ദിസ് ഈസ് അഭിനവ് ആർക്കൈവ് സൈനിങ് ഓഫ്. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got